ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചോട്ട്. എന്നാലും ഇതൊരുമാതിരി വൃത്തിയായിട്ട കടിയായി പോയി. ഈ 4-ാം മാസത്തിൽ ഇവൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് കയറി വരണത്? ഇതൊക്കെ ഞാൻ ചോദിച്ചതാ. അവൾക്ക് അവളുടെ അമ്മ നോക്കണോ അല്ലെ അമ്മായിയമ്മ നോക്കൂല? അതെന്ത് അവൾ അമ്മായിയമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാ? എനിക്കറിഞ്ഞൂടാ. നാളെ എന്തായാലും ശ്രീ രേവതിയും കൊണ്ട് വരും. ഇനിയിപ്പോ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടേ അവര് പോകത്തുള്ളൂ. അത് അവളങ്ങ് തീരുമാനിച്ചാൽ മതിയാണ്. ഇവിടെ അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ കുത്തുവാള എടുത്തോണ്ടിരിക്കുക. ഇതിന്റെ ഇടയിൽ കൂടെ എനിക്കിനി അവളെയും കൂടെ നോക്കാൻ പറ്റൂല. അറിയാ, ഇനിയിപ്പോൾ പ്രസവം കഴിഞ്ഞിരുന്നാലും വിടാൻ ഞങ്ങൾക്ക് മനസ്സ് വരില്ല. മാമാന്ന് വിളിച്ച് ആ കുഞ്ഞിങ്ങനെ വീടിൻ്റെ മുറ്റത്ത് കിടന്ന് കളിക്കണ കാര്യം ആലോചിക്കുമ്പോൾ ഉള്ളത് പറയാലോ അല്ലേ, എനിക്ക് അവളെ വിട്ട് ഒരു താല്പര്യമില്ല. പക്ഷെ അമ്മ നോക്കുമ്പോഴല്ലോ അമ്മയമ്മ, അതുകൊണ്ടാണ്. അമ്മ ഒരു മുട്ട കൂടെ തരൂ. അമ്മ അത് എന്റെ മുട്ട. ഞാൻ പോയാലും വേറെ ഉണ്ടാക്കി തരാം. ഏതായാലും ആദ്യത്തെ പ്രസവം 7-ാം മാസം വിളിച്ചോണ്ട് വരണം. ഇത് 3 മാസത്തിന് മുമ്പ്. ഇതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ആദ്യത്തെ പ്രസവം ആകുമ്പോൾ പെണ്ണു വീട്ടുകാരെ വേണമല്ലോ നോക്കാൻ. അതാണല്ലോ എൻ്റെ ഒരു അല്ല. സത്യം പറയല്ലമ്മ, എനിക്ക് അവളെ വിട്ട് നിൽക്കാൻ താല്പര്യമില്ല എന്നല്ലേ മനസ്സിലായി. അമ്മ ഇന്ന് എനിക്ക് ഫിഷ് നിർമ്മാണം ഉണ്ടാക്കി തരൂ. അയ്യോ, ഇവിടെ അടുത്ത തോട്ടില്ലേ നല്ല മീനുണ്ട്, ഞാൻ പിടിച്ചുതരാം. ഓ, ഈ തോട്ടിൽ കിടക്കണം ഒട്ടുപിന്നിൻ്റെ അത്ര മീനിട്ടൊന്നുമില്ല നിർമ്മാണം ഉണ്ടാക്കണത്. അതിന് നല്ല കാശ് കൊടുത്ത് മീൻ വാങ്ങലിയാ. എന്തൊരു പിശിത്. അതിന് പിശുക്കാൻ എന്തെങ്കിലും വേണ്ടേ ശ്രീ? ചക്കിക്കൊത്ത ചക്കര, എനിക്ക് വയ്യ. പിന്നെ അളിയാ ഓ തൊലച്ച്. പഴയ സാധനമായോണ്ടാണ്. സമയം പോലെ ഒട്ടിച്ചാൽ മതി. പോട്ടേടാ, ഗുണം മിസ് യു, ലവ് യു, ബൈ. പോട്ടെ അമ്മ, പോട്ടെ. എനിക്ക് മതി അമ്മ. സാഹിബിനെ കണ്ടപ്പോ കവാത്ത് മറന്നല്ലേ? അല്ലടി, ഞാൻ ആലോചിച്ചപ്പോഴേ ഇതൊക്കെ എൻ്റെ കടമയാണല്ലോ. ഈ കടമക്കാരന് മൂക്കുമുട്ടി കടമാണെന്നും കൂടെ ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയൊന്നുമില്ല, ഉള്ളതില്ല പങ്ക് കഴിച്ച് അവൾ ഇവിടെ നിന്നോളും. എടി, ഇതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആഹാ, പറ്റും. ചേട്ടാ പ്ലീസ്, ഇത്തവണത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പുതിയ സ്റ്റോക്ക് ഒന്ന് ഇറക്ക്. പറ്റൂലടേ. കഴിഞ്ഞ 6 മാസത്തിന് നീ ആകെ തന്നത് 7,000 രൂപയാണ്. ഇനി തരാനുള്ള 3,50,000 രൂപ തന്നിട്ട് നീ പുതിയ സ്റ്റോക്ക് എടുത്തോ. അത് സെയിൽ ഡള്ളായതുകൊണ്ടാണ്. പുതിയ സ്റ്റോക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കച്ചവടം കൂടും. നീ ഇത് എന്നെ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, ബാലൻസ് എമൗണ്ട് സെറ്റിൽ ചെയ്തിട്ട് നീ സ്റ്റോക്ക് എടുത്തോ. ഹലോ, ചേട്ടാ കൊറിയറിന്നാണേ. എവിടെയാ കറക്റ്റ് സ്ഥലം? അതിന് ഞാൻ ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ. ആരുടെ പേരില്ല? ഈ രേവതി ബാലചന്ദ്രൻ. ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ഈ നമ്പറാ തന്നിട്ടുള്ള. എത്ര എമൗണ്ട്? 2,785. അയ്യോ സുഹൃത്തെ, ഈ ഓർഡർ വന്നാലേ റിസീവ് ചെയ്യാൻ ആളില്ല. നാളെ കൊണ്ടുവന്നാൽ മതി. ചേട്ടാ നാളെയാണെങ്കിൽ ക്യാൻസൽ ആവും. നന്നായി. എടാ, നീ എവിടെ പോയി കിടക്കായിരുന്നു? ഈ ലിസ്റ്റിലുള്ള സാധനം ഒന്ന് വാങ്ങിച്ചിട്ട് വാ. ക്യാഷിനിട്ട് കരിമീൻ 4 കിലോയാ. ഉള്ളതിൽ പങ്കുവെച്ചങ്ങ് നിന്നോളൂ അല്ലേ? കണ്ടാ ദക്ഷ ഇരിക്കണത്. അവക്കൊരു ചുറുചുറുക്കില്ല. ആര് പറഞ്ഞേ? അച്ഛൻ പറഞ്ഞ എനിക്ക് എല്ലാം ഉണ്ട്. ഇത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതാ. നീ അപ്പുറത്തെങ്ങനെ പോയിരുന്ന പഠിക്കാൻ നോക്കിയേ. ചെല്ല്. ആ അമ്മ, ഞാൻ പറഞ്ഞു വന്നതേ, ദക്ഷ ഇങ്ങനെ ഡള്ളായി പോകാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഡെലിവറി പ്രോപ്പർ ആവാതിരുന്നത് കൊണ്ടാണ്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു. ഇവളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ കെയർഫുൾ ആവണം. അപ്പൊ അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പറ്റും.
ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡിയൊക്കെ നടത്തിയായിരുന്നു. നല്ല ഡോക്ടേഴ്സ് പ്രസവം എടുക്കുകയാണെങ്കിൽ ഇമാതിരിയുള്ള പ്രശ്നങ്ങളൊന്നും വരൂല. ഈ നാട്ടിൽ നല്ല ബെസ്റ്റ് ഡോക്ടേഴ്സ് ഉള്ള ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പ്രസവത്തിലൊക്കെ നല്ല ആഗ്രഹം തന്നെയല്ലേ, കണ്ണു അടച്ചുകൊണ്ടാണ് പ്രസവമൊക്കെ എടുക്കുന്നത്. ആ ഒരു സ്കില്ലേ. അതെ അത് ഹോസ്പിറ്റല് അമ്മ, നമ്മൾ നെടുങ്കാട് ജംഗ്ഷനിലിരിക്കണില്ലേ? ഏത് ആ ജംഗ്ഷനിൽ ഇരിക്കണതാ? അത് തന്നെ, നല്ല ബെസ്റ്റ് ഹോസ്പിറ്റലാ. നല്ല ബെസ്റ്റായിരിക്കും. അവിടെ മനുഷ്യൻ കയറുകൂടാ. എന്തൊക്കെ വന്നാലും ഞാൻ വല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകും, അല്ലാതെ എനിക്ക് വയ്യ കണ്ട സാധാ ഹോസ്പിറ്റലിൽ കൊതുകടിയും കൊണ്ട് കിടക്കാൻ. അല്ലമ്മ, അത് എടാ ശ്രീയുടെ വീട്ടുകാർ അറിഞ്ഞ നാണക്കേടാ. നമ്മൾ അത്ര വകയില്ലാത്തവരൊന്നും അവരെ കൊണ്ട് പറയിപ്പിക്കണോ? അമ്മ, വകയില്ലാത്തതിന്റെ കാര്യമല്ല, നല്ല ബെസ്റ്റ് കെയർ കിട്ടും. അയ്യോ, എനിക്ക് ആ കെയർ കുറച്ച് മതി. അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കെയർ തന്നെ മതി. ഈ ചെലവെല്ലാം കൂടെ കൈ നിൽക്കൂലെന്ന് മനസ്സിലായല്ലേ? അത് ഞാൻ ഈ കെയർ മതി മതി, അവിടെ ഇത്രയും വിലയാവൂലെന്ന് അതിനുള്ള റൂട്ട് ഇട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എടി, ഡെലിവറിക്കൊക്കെ ഇപ്പൊ ഭയങ്കര ചാർജാണ്. അതെങ്കിലും ഒന്ന് കുറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ അവിടെ അങ്ങനെ ഒരു ഐഡിയ ഇട്ടത്. എന്നാൽ ആ കാര്യത്തിനൊരു വഴിയുണ്ട്. ഒരു മെറ്റേണിറ്റി ഇൻഷുറൻസ് പ്ലാൻ അങ്ങ് എടുക്കാം. ഇഴിച്ചു പോടി അവിടെ നിന്ന്. ഗർഭിണി ആയിട്ടല്ല അത് എടുക്കേണ്ടത്. കവറേജ് കിട്ടണമെങ്കിൽ അതൊക്കെ 2-3 വർഷം മുമ്പേ എടുത്തു വെക്കണം. ഒന്ന് അറിഞ്ഞൂടെങ്കിൽ അങ്ങടന്ന് തള്ളണേ. ഇത് നോക്ക്, ഇതിൽ 3 മാസം വരെ വെയിറ്റിംഗ് പീരീഡുള്ള മെറ്റേണിറ്റി ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. അതായത് 6 മാസം പ്രഗ്നന്റ് ആണെങ്കിലും പ്രസവ സമയത്ത് കവറേജ് കിട്ടും. പിന്നെ ഇതിൽ തന്നെ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനീസ് നോക്കി അഫോർഡബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ഇത് സാധാരണ ഒരു ഇൻഷുറൻസ് പോലെ തന്നെ, അതിൻ്റെ കൂടെ മെറ്റേണിറ്റി കവറേജും കൂടെ കിട്ടുമെന്ന് മാത്രം. പിന്നെ പ്രസവ സമയത്ത് 50,000 രൂപ വരെ ഫിക്സഡ് ബെനിഫിറ്റ് കിട്ടുന്ന പ്ലാനുകളുണ്ട്. ഇതുകൂടാതെ 30 മിനിറ്റിലെ ക്ലെയിം സപ്പോർട്ടും ഉണ്ട്. അതെ, പ്രീമിയം ഒക്കെ കൂടി വരുന്നതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് എടുക്കുന്നതാണ് നല്ലത്. അതിന് ഞാനല്ലല്ല, അളിയൻ വേണ്ടി എടുക്കാൻ. ചേട്ടാ, നിനക്കൊന്ന് ഡോറ് തട്ടിയിട്ട് വന്നൂടി. ഓ സോറി. അതെ, എനിക്കിന്ന് പുറത്തു പോയിട്ട് വരുമ്പോ പപ്പായ മേടിച്ചിട്ട് വരോ? എടി, ഗർഭിണികൾ ഈ സമയം പപ്പായ ഒന്ന് തിന്നൂടാ. അയ്യോ, കഴിക്കാനല്ല, എനിക്ക് ഫേസ് മാസ്ക് ആയിട്ട് മുഖത്തിടാനാ, ഭയങ്കര ടാൻ. ശരി, അപ്പൊ നടക്കട്ടെ. അല്ല അങ്ങനെ ഓ, നോക്കിക്കൊണ്ടിരിക്കാതെ ശ്രീദർശനെ വിളിച്ച് ആ ഇൻഷുറൻസ് എടുക്കാൻ പറ. ഇത് കൊള്ളാളിയാ. കൈയോടെ ഒരെണ്ണം എടുത്തോ. ഞാനാ? പിന്നെ ഞാനാ. ശ്രീ, രേവതിയാണ് പ്രഗ്നന്റ്. അതെ, രേവതി ആദ്യമായി ഗർഭിണി. അപ്പൊ നിങ്ങളുടെ അവകാശത്തിലോട്ടൊന്നും ഞാൻ ഇനി കൈയിടത ഇല്ലളിയാ. നടക്കട്ടെ എന്നാ. എന്തായാലും ഇൻഷുറൻസ് എടുത്തേ പറ്റുള്ളൂ. എൻ്റെ ഭാര്യയ്ക്കൊരല്പം വിവരം ഉണ്ടായിരുന്നുകൊണ്ട് കൊള്ളാം. ചേട്ടാ, എന്റെ ഡ്രസ്സൊക്കെ ടൈറ്റ് ആയിരുന്നേ. ഇപ്പൊ ചേട്ടൻ്റെ കടയിൽ ഓപ്പോസിറ്റ് എന്നുള്ള കടയിൽ ഞാൻ കുറച്ച് ഡ്രസ്സ് മേടിച്ചായിരുന്നു. അതിൻ്റെ ആ ബില്ലൊന്ന് സെറ്റിൽ ചെയ്തേക്കണേ. ഞാനും 2 ഉടുപ്പ് മേടിച്ച്. എടി, എത്രയായി? 5500 ആയുള്ളൂ. 5500 രൂപ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഷോപ്പ് അടച്ച് പൂട്ടേണ്ടി വരും. ഈ മാസം 10,000-ന്റെ കച്ചവടം പോലും നടന്നിട്ടില്ല. തൽക്കാലം എൻ്റെ സാലറി വെച്ച് ദക്ഷയുടെ ഫീസും മറ്റു ചെലവുകളൊക്കെ നടത്താം. പക്ഷെ എത്ര നാളിങ്ങനെ പോവും? എടാ, ആ ഫ്രിഡ്ജ് പിന്നെയും ഓഫായി. കഴിഞ്ഞ പ്രാവശ്യം നന്നാക്കാൻ വന്ന പയ്യൻ പറഞ്ഞതാ, ഇനി ഓഫായാൽ നന്നാക്കാൻ പറ്റൂല എന്ന്. അമ്മ, 2 മാസം കഴിയുമ്പോൾ നമുക്കൊരു പുതിയത് വാങ്ങിക്കാം. അത് പറ്റൂലടാ, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സും പാലും കൊടുക്കേണ്ടതല്ലേ. നീ EMIയിൽ ഒരു ചെറിയ ഫ്രിഡ്ജ് ഒന്ന് വാങ്ങിക്ക്, അത്യാവശ്യം ആയതുകൊണ്ടല്ലേടാ. അമ്മ, ഒന്നിങ്ങ് വരുമോ? ദാ വരണ്. അത് ഈ EMI കൂടി നമ്മൾ താങ്ങൂല. എടി, ഇപ്പോഴത്തെ അവസ്ഥ അമ്മയോട് പറയാൻ നിന്നാലേ പിന്നെ അത് മതി BP കയറാൻ. രേവതി എങ്ങനെയെങ്കിലും അളിയൻ്റെ വീട്ടിലോട്ടൊന്ന് പറഞ്ഞേക്കണം. അതേ ഇതിന് പരിഹാരമേ ഉള്ളൂ. ഇപ്പം തന്നെ ചിലവ് ഡബിളാ. ഇതിപ്പോഴെങ്കിലും ഒന്ന് തോന്നിയല്ല, പക്ഷെ എങ്ങനെ പറഞ്ഞു വിടും? അളിയ, ഒരു പണി കിട്ടി. എനിക്ക് നല്ല പനി, കോവിഡ് ആണെന്നാണ് തോന്നണത്. രേവതിക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു. അളിയ ഒരു കാര്യം ചെയ്യാം, രേവതിയെ വന്ന് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാം. കോവിഡ് ആണെന്ന് അളിയൻ തന്നെ സ്വന്തമായിട്ട് തീരുമാനിച്ചാ പറ്റൂല. ഞാനിവിടുത്തെ ലാബിൽ നിന്ന് അങ്ങോട്ട് ആളെ വിടാം. 5 പേരെ ടെസ്റ്റ് ചെയ്യണം. ആൾക്ക് 1200 രൂപ വെച്ചേ ആവുള്ളൂ. ഓക്കെ? 5 ഗുണം
1200, 6000. അയ്യോ അളിയാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ കാർ കംപ്ലൈൻ്റ് ആയി. എന്തോ പാർട്ട് കംപ്ലൈൻ്റ് ആയെന്നാണ് പറയണത്. കിട്ടാൻ ഒരു 2 മാസം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഈ രേവതിയെ ഹോസ്പിറ്റലിലോട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിലേ കാറില്ലാതെ പറ്റൂല. അളിയ ഒരു കാര്യം ചെയ്യും, രേവതി വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. അയ്യോ അളിയ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ കാറ് വർക്ക്ഷോപ്പിൽ കിടക്കുകയാണെന്നേ. കിട്ടാൻ എങ്ങനെ പോയാലും ഒരു 6 മാസം എടുക്കും. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ടിന് ടാക്സിയുടെ സർവീസ് ഉണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് എന്ത് ഓട്ടം ഉണ്ടെങ്കിലും അങ്ങോട്ട് വരാൻ പറയാം. ആ ചിലവങ്ങ് നോക്കിയാൽ മതി. വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ശ്രീ. സമയം കിട്ടാത്തോട്ടല്ലേ. പിന്നെ നീ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിസ്ത, ബദാം, കുങ്കുമപ്പൂ ഇതെല്ലാം സ്വന്തം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് സമയത്തിന് വാങ്ങിച്ച് കഴിച്ചോണം കേട്ടല്ലോ. എൻ്റെ കൊച്ചിനുള്ള നോക്കാം. ശ്രീ, കുറച്ച് നാളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നേ ഒരു കുളു മണാലി ട്രിപ്പ് പോവാന്ന്. രേവതി എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റും? ശ്രീ അമ്മേനെ രേവതിനെ ശ്രീയുടെ വീട്ടിൽ കൊണ്ടുവരുന്നെങ്കിൽ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ എവരെയും കൊണ്ടുപോകാം. അമ്മയും കൊണ്ടുപോകാൻ ഞാനും വരാം. അളിയൻ്റെ നമുക്ക് ഒരു സെക്കൻഡ് അടിപൊളി എങ്ങനെയുണ്ട്? അതുപോലെ അല്ലേടി? കുളു മണാലി മഞ്ഞിൽ പൊളിക്കാം. ഓയ്യോ അടിപൊളിയായിരിക്കും. എടി, നിനക്ക് വല്ല അസുഖം വരും. ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ നിന്നെ കൊണ്ട് ഞാൻ ഇപ്പം മഞ്ഞത്തോട്ട് പോവാം. എൻ്റെ അനിയത്തിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നിന്ന് ആരും പോണ്ട. ആ പിന്നെ വേണ്ട. തങ്കച്ചി പാസ്വേ. നിനക്കെന്തടി വയ്യേ? ബേബി ഷവർമെന്ന് പറഞ്ഞ് ഇവിടെ ഉള്ള നിന്നെ അവിടെ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും? നിന്റെ രേവതി ഉണ്ട് അവിടെ. ചേട്ടാ 17-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് ശ്രീയുടെ വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് 18-ാം തീയതി ചേട്ടൻ വീട്ടുകാരും ബന്ധുക്കളും പലഹാരവും ഒക്കെ ആയിട്ട് അവിടെ വന്ന് ചടങ്ങ് നടത്തി എന്നെ തിരിച്ച് പ്രസവത്തിന് ഇങ്ങ് വിളിച്ചുകൊണ്ട് വരണം. പ്രോബ്ലം സോൾവ് ആയില്ലേ? എടി, അതിനേക്കാളും നിനക്ക് ഇവിടെ അങ്ങ് നിന്നാ പോരെ. അതെങ്ങനെ പറ്റും? അപ്പൊ ചടങ്ങ് നടത്തണ്ടേ? നാട്ടു നടപ്പ് തെറ്റിക്കാൻ പറ്റൂല. അമ്മ നാട്ടു നടപ്പെന്നും പറഞ്ഞ് വെറുതെ 19,000 രൂപ എടുത്ത് പൊട്ടിക്കാനൊന്നും പറ്റൂല. ഇതിപ്പോ ഇവിടെയല്ലേ നിൽക്കണത്. ഇനിയിപ്പോ ഒരു ദിവസം ചടങ്ങിനെന്നും പറഞ്ഞ് അങ്ങോട്ട്, അതിന്റെ പിറ്റേന്ന് ഇങ്ങോട്ട്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാ? ദേ അമ്മ, ഇതും കൂടെ നടന്നില്ലെങ്കിലേ ശ്രീയുടെ വീട്ടുകാർ മുമ്പിൽ ഞാൻ നാണം കെടുവേ. പറഞ്ഞില്ലെന്ന് വേണ്ട. നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ നിന്റെ മുമ്പ് ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഏതായാലും ചടങ്ങ് നടത്തിയേ പറ്റൂ. ഇതിപ്പോ ഉള്ള കാര്യം എല്ലാവരോടും പറയുന്നതാണ് നല്ലത്. എടി, അളിയൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അളിയൻ്റെ പെങ്ങളും ഗർഭിണിയല്ലേ. അവളിനി അളിയൻ്റെ വീട്ടിലോട്ട് താമസിക്കാൻ വരും. അതാണ് ഈ ചെലവ് നൈസായിട്ട് അളിയ എൻ്റെ തലയിലോട്ട് വെച്ചതെന്നത്. എന്നാ പിന്നെ അമ്മയോടെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറ. കാര്യങ്ങളൊക്കെ വഷളാകുന്നതിന് മുമ്പ് അമ്മയെങ്കിലും എല്ലാം അറിഞ്ഞിരിക്കട്ടെ. അച്ഛന് പറ്റുവച്ചാ എല്ലാം വലിച്ചു വാരി ഇട്ടോളും. അമ്മ, എൻ്റെ അവസ്ഥ ആകെ പ്രശ്നത്തിലാണ്. 6-7 മാസം കൊണ്ട് ഷോപ്പ് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തും എനിക്ക് നല്ലോണം കടമായി. ഇതിനിടയിൽ രേവതിയുടെ കാര്യം കൂടെ നോക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ലമ്മ. ഇപ്പം ഈ ബേബി ഷവർ എന്നെ നടത്തിയത് ഞാൻ പുറത്തുനിന്ന് പലിശയ്ക്ക് എടുത്തിട്ട. മക്കളെ, ഞാൻ അന്നേ പറഞ്ഞല്ലേ, നാട്ടു നടപ്പ് തെറ്റിക്കാൻ പറ്റുമോ? പുറത്തറിഞ്ഞ മോശമല്ലേ? ഇല്ലേലും ആദ്യത്തെ പ്രസവം ഭർത്താവിൻ്റെ അടുത്ത് നോക്കാൻ പറയണ അങ്ങനെ. അത് നമ്മുടെ കടമയില്ലേ? അമ്മ, താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, പൈസ വേണ്ടേ? ഒരു അസുഖം വന്നാൽ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാതിരിക്കുമോ? അതുപോലെ തന്നെയാ ഇത്. ഒഴിയാൻ പറ്റൂല. ചെന്ന് പറ. എടി, ഇപ്പൊ വേണോ? അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നും നടക്കൂല എന്ന് മനസ്സിലായല്ലോ അല്ലേ? രേവതിയോടെങ്കിലും പറ, അല്ലെങ്കിൽ അവസാനം നമ്മളാണ് പെടാൻ പോകുന്നത്. മോളെ, ഈ കാര്യം പറയണതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എൻ്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ്. നിന്നെ നോക്കണതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ചേട്ടൻ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിൻ്റെ ചിലവ് നോക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ അത്രയ്ക്ക് പ്രശ്നത്തിൽ നിൽക്കുകയാണ്.
നീ ഈ കാര്യമൊന്നും അളിയനോട് പറയണം. ഓ, അപ്പൊ സഹോദരിയെ നോക്കണ ഒരു ബാധ്യതയായല്ലേ? അയ്യോ അങ്ങനെയല്ല. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ഞാൻ ശ്രീയെ വിളിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞോളാം. പോരെ? ആ ചെയ്തേറാം. ശരിയമ്മ, എന്നാ അവരുടെ അടുത്ത് അങ്ങ് പറഞ്ഞിരുന്നാൽ മതി. അല്ല നിങ്ങളിവിടെ ബാക്കായിട്ട്. ഞാൻ രേവതി വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നേലേ. നിങ്ങൾ ഇത്രയും ദിവസം ഇവിടെ നന്നായിട്ട് നോക്കി, താങ്ക്സ്. ഇനി ചത്താലും ഞാൻ അവളെ ഇങ്ങോട്ട് വിടൂല. അളിയ എന്തിനിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ പറയണോ അളിയാ? അടുത്ത മാസം എൻ്റെ അനിയത്തി വീട്ടിലോട്ട് വരും ആദ്യത്തെ പ്രസവത്തിന്. അവളുടെ എല്ലാ ചിലവും ഞാൻ നോക്കണ്ടേ? അത് ഞാൻ നോക്കും, കടം മേടിച്ചിട്ടാണെങ്കിലും അല്ലേ. കാരണം നിങ്ങൾക്കില്ലാത്തൊരു സാധനം എനിക്കുണ്ടായിപ്പോയി, അന്തസ്സേ. അത് നിങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചു പോയി. അവിടെ എനിക്ക് തെറ്റി. എന്തിനാണ് ശ്രീ ഇങ്ങനെ കാട് കയറി പറയുന്നത്? അല്ല, ഈ പെണ്ണിന്റെ ആദ്യത്തെ പ്രസവം നോക്കേണ്ടത് പെണ്ണ് വീട്ടുകാരാണ്. അതാണ് നാട്ടു നടപ്പ്. അതിപ്പോ നൈസായിട്ട് എന്റെ തലയിൽ അടിച്ചിട്ടിട്ട് നമ്മൾ നിന്നെ അഭിമാനി എന്ന് വിളിക്കണം. ശ്രീ, എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുകൊണ്ട് എൻ്റെ പ്രസവ സമയത്ത് എല്ലാ ചിലവും ജയറാമാണ് നോക്കിയത്. അപ്പോൾ ഈ പറയുന്ന നാട്ടു നടപ്പൊന്നും ഇല്ലേ? അമ്മ പറയുന്നത് മനസ്സിലാക്കാമെന്ന് വെക്കാം, അവർ പഴയ ജനറേഷനാണ്. പക്ഷെ നമ്മളും കൂടി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ ഇതൊക്കെ കഷ്ടമില്ലേ? അമ്മ നോക്കേണ്ടടുത്തേ അമ്മ തന്നെ നോക്കണം. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഡെലിവറി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും. അമ്മ എൻ്റെ അവസ്ഥ ഒരു സഹോദരന്റെ കടമയേക്കാൾ വലുത് എന്തോല. അമ്മ മൂക്കുമുട്ട കടമാണ് അമ്മയുടെ മോന്. കഴിഞ്ഞ 6-7 മാസമായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. അളിയ കടയുടെ അടുത്ത് മാള് വന്നതിന് ശേഷം ആകെ കച്ചവടം പോയി. കട ക്ലോസ് ചെയ്യാനുള്ള തീരുമാനത്തില്ല. പിന്നെ ഇവളുടെ ചെറിയ ശമ്പളം വെച്ചിട്ടാണ് ദക്ഷയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ നടന്നു പോകുന്നത്. അളിയ ഇവളുടെ കാര്യം നോക്കാൻ എനിക്ക് ഒരു മടിയില്ല. നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ പിശുക്ക് കാരണം ഞാൻ കൈ ഒഴിയണതുമല്ല. എൻ്റെ അവസ്ഥ അതായിപ്പോയി. പിന്നെ അളിയൻ പറഞ്ഞില്ലേ അന്തസ്സിൻ്റെ കാര്യം. പണ്ട് ആരോ കണ്ടുപിടിച്ച ആചാരം നടത്തണതാണോ അതോ സ്വന്തം ഭാര്യയുടെ പ്രസവ ചെലവ് സ്വന്തം പൈസയിൽ നടത്തണതാണോ അന്തസ്? ശ്രീ, നമ്മൾ ചെയ്ത തെറ്റ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളെ നേരത്തെ അറിയിച്ചില്ല എന്നുള്ളതാണ്. ഒരാവശ്യമില്ലാതെ നാട്ടു നടപ്പെന്നും പറഞ്ഞ് ഇവിടെ ഒറ്റ പിടിയാലെ നിന്നോണ്ടാ ഞാൻ പുറത്തുനിന്ന് പലിശയ്ക്ക് എടുത്തിട്ട് ബേബി ഷവർ നടത്തിയത്. ഇതിനും മേലെ ഈ ചെലവുകളൊന്നും എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല. അതിന് നിങ്ങൾ എന്ത് വിചാരിച്ചിരുന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അഭിമാനം നോക്കിയുള്ള ചടങ്ങുകളൊക്കെ നടത്തി നാളെ നിങ്ങളങ്ങ് പോവും. പക്ഷെ ജീവിതകാലം മുഴുവൻ ഈ കടത്തിന് പിറകെ ഓടേണ്ടത് ഞങ്ങൾ തന്നെയല്ലേ? പണ്ടുള്ള ആൾക്കാർ കുറേ ആചാരങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കെട്ടിച്ചു വിട്ട സഹോദരിയുടെ ആദ്യത്തെ പ്രസവം നോക്കണം, 28 വരെയുള്ള ചെലവ് നോക്കണം. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ നൂലുകെട്ടിൻ്റെ അന്ന് കുറേ എണ്ണം വരും. മാമയിട്ട മാലയുടെ തൂക്കം എത്ര, അച്ഛൻ കെട്ടിയ അരഞ്ഞാണത്തിൻ്റെ നീളം എത്ര എന്ന് നോക്കിക്കൊണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും നടത്താൻ കയ്യിൽ പൈസ ഇല്ലെങ്കിലോ കടം മേടിച്ചെങ്കിലും നമ്മൾ നടത്തണം. ഇല്ലെങ്കിൽ നമ്മൾ അന്തസ്സില്ലാത്തവരാകും. അളയ സത്യമായിട്ട് ഇതാണ് നിങ്ങളുടെ അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇത് അറിഞ്ഞൂടാതാണ് ഞാൻ. സോറി അളിയ. സോറി ഒന്നും പറയണ്ട. അളിയൻ്റെ സ്ഥാനത്ത് ഇപ്പം ഞാനാണെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. കാരണം നമ്മൾ ഇതൊക്കെ കണ്ടല്ലേ ശീലിച്ചത്. പിന്നെ എൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായപ്പോഴാണ് ഇതല്ല ശരിയെന്നുള്ള ബോധം എനിക്ക് വന്നത്. നീയും അമ്മ ഒരിടത്തും പോണ്ട. ഇപ്പം ഈ പ്രസവത്തിൻ്റെ ചിലവെല്ലാം നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ അളിയന് ചെയ്യും. എന്താ? ആചാരത്തിൻ്റെയും നാട്ടുകിടപ്പിൻ്റെയും പേരിൽ ഇന്നും പല പെൺവീട്ടുകാരും കല്യാണം ഉറപ്പിക്കുന്ന അന്ന് മുതൽ പിന്നെയുള്ള കാലമൊക്കെ ഇതുപോലത്തെ പല ചിലവുകളും തലയിൽ കയറ്റി വയ്ക്കുന്നുണ്ട്. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്ക് ഈ ചിലവൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് ഇത് വലിയൊരു ബാധ്യതയാണ്. ഇവിടെ മെയിൻ പ്രശ്നം എന്തെന്നാൽ കയ്യിൽ കാശില്ലെങ്കിൽ പോലും നാട്ടുകാരും ബന്ധുക്കളൊക്കെ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി പലരും കടം മേടിച്ച് ഇത്തരം പരിപാടികൾ നടത്തും. ഈ ചിത്രത്തിലെ ചേട്ടൻ്റെ അതേ അവസ്ഥ റിയൽ ലൈഫിൽ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇനി നിങ്ങളെങ്കിലും നാട്ടുനടപ്പിൻ്റെ പുറകെ നടന്ന് കടക്കെണിയിൽ വീഴാതിരിക്കാൻ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. മകളുടെ ആദ്യ പ്രസവ ചെലവ് പെൺവീട്ടുകാർ നോക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഒരുപാട് നാട്ടുകടപ്പുകളും ആചാരങ്ങളും മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നൊരു കാര്യം, ഇപ്പം പ്രസവ ചെലവുകളൊക്കെ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ മെറ്റേണിറ്റി കവറേജ് ഉള്ള ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്.
ഹൈലൈറ്റ് അതല്ല, ഇപ്പോൾ വെറും 3 മാസം മാത്രം വെയിറ്റിംഗ് പീരീഡ് ഉള്ള മെറ്റേണിറ്റി പ്ലാനുകളും അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്കും ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാം. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന